നവരാത്രി ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ബൊമ്മക്കൊലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ. ബൊമ്മക്കൊലു പൂജയിലൂടെ വിജയവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തലസ്ഥാനത്തെ ഏറ്റവും വലിയ ബൊമ്മക്കൊലു ഒരുക്കിയ പേട്ട ശക്തികൃപയിലേക്ക് ഒന്ന് പോയി വരാം. നവരാത്രി കാലത്ത് ബൊമ്മക്കൊലു പൂജ നടത്തിയാൽ വിദ്യാവിജയവും ഐശ്വര്യവും ലഭ്യമാകുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ തലസ്ഥാന ജില്ലയിലെ പേട്ടയിൽ ഒരുക്കിയിരിക്കുന്ന ശക്തികൃപയിലെ ബൊമ്മക്കൊലു കാഴ്ചയൊന്ന് നമുക്ക് കണ്ടുവരാം. ഒരുപാട് ബൊമ്മക്കൊലുകൾ ഒരു വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന അപൂർവ കാഴ്ച. നവരാത്രി ദിനങ്ങൾക്ക് സുഹൃതം പകർന്നാണ് പേട്ട കവരടിയിലെ ശക്തികൃപ എന്ന വീട്ടിൽ ബൊമ്മക്കൊലുവിൽ വൈവിധ്യമൊരുക്കിയിരിക്കുന്നത്. നവരാത്രി നാളിൽ ബൊമ്മക്കൊലു വയ്ക്കുന്നത് വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. ബൊമ്മക്കൊലു വെറും ഒരു പ്രദർശനത്തിന് വേണ്ടിയല്ലെന്നും പ്രാധാന്യമുള്ളതും പുരാതന ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും വയ്ക്കും പോലെ ട്രഡീഷണലായിട്ട് ഒരു കൊലു, പിന്നെ ബാക്കി സെറ്റായിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം 3 ഭാഗമായിട്ടായിരുന്നു, ഈ വർഷം 5 ഭാഗങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത്. 5 ഭാഗം പിന്നെ എക്സ്ട്രാ നമ്മൾ എല്ലാ വർഷവും ഓരോ തീം ബേസിൽ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഊഞ്ഞാലിൽ ദേവി നവരാത്രി നായികയായിട്ട് അതൊന്ന് ഈ വർഷത്തെ പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ അയോധ്യ രാംലല്ല അതിൻ്റേതായിട്ടുള്ള ഒരു കൊലു ബൊമ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ 18 സിദ്ധന്മാർ, അപ്പം സിദ്ധറുകൾ സെറ്റൊക്കെ ഒരുപാട് കുറവാണ്. അത് ഈ വർഷം പറഞ്ഞ് ചെന്നൈയിൽ നിന്ന് ചെയ്യിപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ കുറച്ച് കൊലുകളൊക്കെ അഡീഷനായിട്ട് ആയിട്ടുണ്ട്, ഒത്തിരി അഡീഷനായിട്ടായിട്ടുണ്ട്. രാമായണം, പുരാണങ്ങൾ, ദശാവതാരം എന്നിവ പോലെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന കഥകളെ ആഘോഷിക്കുന്ന തരത്തിലാണ് ബൊമ്മക്കൊലു ക്രമീകരിച്ചിരിക്കുന്നത്. പത്മനാഭന്റെ മണ്ണിലേക്ക് എത്തുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വരെയുണ്ട് ഈ 5000 ബൊമ്മക്കൊലുവിനുള്ളിൽ. കഴിഞ്ഞ വർഷം തന്നെ എണ്ണിയപ്പോൾ 5000 ആയിട്ടുണ്ട്. അതിനെക്കാട്ടിയും കൂടിയതായിരിക്കും. ഞാൻ ഈ വർഷത്തെ ഇത് നോക്കിയിട്ടില്ല, എന്നാലും ഒരു 300 ബൊമ്മയോളം ഈ വർഷം കഴിഞ്ഞ 2023 നവരാത്രി കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷത്തേക്കുള്ള കളക്ഷനായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 300-400 കൂടിയിട്ടുണ്ടാവും. ദേവി പ്രീതിക്കായി അലങ്കരിച്ച വിവിധ ബൊമ്മകൾ തട്ടുകളിൽ നിരത്തിവെച്ച് പൂജ നടത്തുന്നതാണ് ആചാരം. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 9 ദിനങ്ങൾ അത് തുടരും. സരസ്വതി ദേവി, ദശാവതാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണനും രാധയും എല്ലാമുണ്ട് ബൊമ്മകളായി. ഒപ്പം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു രൂപങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗയ്ക്കും, തുടർന്നുള്ള 3 ദിവസം ലക്ഷ്മിക്കും, പിന്നീട് 3 ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും ശക്തികൃപയിൽ നൽകും. നവരാത്രി കാലത്ത് പത്മനാഭപുരത്ത് നിന്നെത്തുന്ന നവരാത്രി ഘോഷയാത്ര മുതൽ രാമായണമടക്കം 5000-ലധികം ബൊമ്മക്കൊലുകളാണ് ശക്തികൃപയിലെ ഈ കൂട്ടത്തിലുള്ളത്. കാഴ്ചക്കാർക്ക് വരുന്ന ഏതു ദിവസവും ഇവിടെ എത്തി ഈ കാഴ്ചകൾ കണ്ട് സന്തോഷമായി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മടങ്ങാം. ക്യാമറമാൻ നിധിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.